ഞാനിങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ? പറയമ്മേ, ഞാൻ മുത്തിന്റെ ദേഹത്തെ തൊഴിക്കോ? പിന്നെ എങ്ങനെയാ മോളെ? അമ്മ ആരോട് പറയല്ലേ. ഞാൻ ഇന്നൊരു കാര്യം ചെയ്തിട്ടുണ്ട്. ഇപ്പൊ അമ്മയ്ക്ക് മനസ്സിലായോ? പക്ഷെ മോളെ, ഇനി ഇവിടെ നിൽക്കാൻ ആരും നമ്മളെ സമ്മതിക്കില്ലല്ലോ. സമ്മതിക്കും. ആന്റി മുത്തിനെ വഴക്ക് പറയില്ലേ? മുത്തേ, എനിക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വരുത്താനുണ്ട്. മുത്തിങ് വന്നേ. സത്യം പറയാൻ നിനക്കൊരവസരം കൂടി തരാം. യഥാർത്ഥത്തിൽ മുറിയിൽ എന്തായിരുന്നു നടന്നത്? മണിക്കുട്ടി എന്നെ മുതൽ ചൂട് ചോക്ലേറ്റിൽ കൊഴിച്ചു. ഒരു അവസരം കൂടി ഞാൻ തരാം. സത്യവാ. അവൾ എന്ത് നുണ പറഞ്ഞ കാവ്യ നീ പറയുന്നേ? അമ്മ മിണ്ടരുത്. മറ്റുള്ളവരെ ദ്രോഹിക്കാൻ വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്ത ഒരു കള്ളിയായി എന്റെ മോളെ വളർത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഈ ചെറിയ പ്രായത്തില് ഇത്രയും ക്രിമിനൽ മൈൻഡ് കൊള്ളില്ലല്ലോ. പറയടി. സത്യം തന്നെ ഞാൻ പറഞ്ഞത്. ഇല്ലെങ്കിൽ അമ്മ തെളിയിക്ക്. പറയുന്നു. എന്താ കാവ്യ ഇത്? പറയുന്നില്ല, കാണിക്കാം. എല്ലാവരും ഒന്ന് കാണ്. ഈ ബുദ്ധിയും തലച്ചോറും ഒക്കെ 4 അക്ഷരം പഠിക്കാൻ ഉപയോഗിക്കും. അവൻ അവന്റെ ജീവിതമെങ്കിലും രക്ഷപ്പെടും. രാധികേ, ഇവരിവിടെ തന്നെ കാണും. എന്റെ മോള് ചെയ്ത തെറ്റിന് ഞാൻ ക്ഷമ ചോദിക്കുക. നിങ്ങൾ രണ്ടാളോടും. അമ്മ എന്തിനുള്ളോട് ക്ഷമ പറയുന്നത്? സ്വന്തം മാതാപിതാക്കള് മറ്റുള്ളവരുടെ മുമ്പിൽ തലകുനിക്കുമ്പോ തെറ്റ് ചെയ്ത മക്കൾക്ക് നാണക്കേട് തോന്നണം. എന്താ മക്കളെ ഇത്? ഏത് നേരം ഇങ്ങനെ വഴക്കിട്ട ഇത് എവിടെ ചെന്ന് നിൽക്കാനാ? ഓരോ ദിവസവും ഇവക്ക് ഓരോ പ്രശ്നങ്ങളാമേ. ഞാനെന്ത് ചെയ്യാനാ? ഇപ്പോഴെന്താ പ്രശ്നം എന്ന് പറ. ട്രിവാൻഡ്രത്ത് എവിടെ ഒരു ഷോപ്പിംഗ് ഫെസ്റ്റിവൽ നടക്കുന്നുണ്ട്. പോകാതെ ഇവക്ക് പറ്റില്ല. പല എക്സ്പെൻസുകൾക്കെന്ന് പറഞ്ഞ് ഒരു 20,000 രൂപ ഞാൻ അളിയനോട് തരാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പൊ എന്താവാനാ? നേരിട്ട് തന്നില്ലെങ്കിൽ പറ്റിച്ചു വാങ്ങാൻ പഠിക്കണം മോനെ. 20,000 രൂപ ചെക്കിൽ ഒപ്പിട്ട് വാങ്ങണം. എന്നിട്ട് കൃഷ്ണ അറിയാതെ ഒരു 0 കൂടി അങ്ങ് ചേർത്തേക്കണം. മണ്ടനോ? എടാ, നീ 20,000 രൂപ അക്കത്തിൽ മാത്രം എഴുതിയാ മതി. അവൻ ഒപ്പിട്ട് കഴിഞ്ഞ്
2 ലക്ഷമാക്കി മാറ്റി എഴുതിയാ മതി, അക്കത്തിലും അക്ഷരത്തിലും. രാവിലെ അവൻ തിരക്ക് പിടിച്ച് ഓഫീസിലേക്ക് ഇറങ്ങുമല്ലോ. കൃത്യമാ തിരക്കിനിടയ്ക്ക് ചെക്ക് എഴുതിക്കൊണ്ട് ചെല്ലണം. സാറിനെ പറ്റിക്കാനാണല്ലേ പരിപാടി. നടക്കില്ല. ആഹാ